അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ഓൾ, സുഖല്ലേ? ഇൻട്രൊഡക്ഷൻ വളരെ മനോഹരമായി ഷാഹുൽ ജി നൽകി കഴിഞ്ഞു. മിസ്റ്റർ ഷാഹുൽ പഴുന്നാന. നമ്മുടെ സെഷൻ യൂണിഫോംഡ് ജോബ്സ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ കുഞ്ഞുനാളിൽ ഒരു UP ക്ലാസ്സിലോ LP ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വെറുതെ നമ്മുടെ അധ്യാപകർ നമ്മളോട് ചോദിക്കുന്നുണ്ടാവും, ആരാകാനാണ് ഭാവിയിൽ ആഗ്രഹം? അന്ന് നമ്മുടെ കൂട്ടത്തിൽ പോലീസ് ആകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? പ്ലീസ്, can they raise their hands? എനിക്ക് പോലീസ് ആകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഇല്ല അല്ലേ? അപ്പൊ എന്റെ കൂട്ടത്തിലുള്ള എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇസ്മായിൽ പറഞ്ഞത് എനിക്ക് പോലീസാണ്. അപ്പം എന്റെ കൂടെയുള്ള അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുഞ്ഞബ്ദുള്ള സാറ് ചോദിച്ചു, എന്താ ഇസ്മായിലെ പോലീസ് ആകുന്നത്? എനിക്കെല്ലാവരെ അടിച്ച് പരത്താനെന്നാ പറഞ്ഞു. ഓക്കെ, അപ്പൊ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അന്ന് നമുക്ക് അറിയില്ല എന്താണ് ആ ജോബിന്റെ പ്രത്യേകത എന്നൊന്നും. അപ്പൊ ഏതായാലും ഒരു യൂണിഫോം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ജോബ് അല്ലെങ്കിൽ കരിയറിനെ കുറിച്ച് ആഗ്രഹിക്കും, അല്ലെങ്കിൽ കരിയറിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് ജോബ് നമ്മുടെ മനസ്സിലേക്ക് വരും. വളരെ ലിമിറ്റഡ് ടൈമിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. മേ ബി നമുക്കൊരു അഡ്വക്കേറ്റിന് ഓർമ്മ വന്നേക്കാം, യൂണിഫോമാണ്. നേഴ്സിന് ഓർമ്മ വന്നേക്കാം, യൂണിഫോമാണ്. പോലീസിന് ഓർമ്മ വന്നേക്കാം, യൂണിഫോമാണ്. ഇനി ഈവൻ വാച്ച്മാൻ വന്നേക്കാം, യൂണിഫോമാണ്. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഏപ്രൺ ഇട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്റ്റെതസ്കോപ്പ് അദ്ദേഹത്തിന്റെ ഒരു ഓവർകോട്ട് ഇട്ടുകൊണ്ട് ഡോക്ടർ ഓർമ്മ വന്നേക്കാം, യൂണിഫോമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് യൂണിഫോം ജോബ്സ് നമ്മുടെ കയ്യിലുള്ള സമയത്ത് ഇങ്ങനെ എല്ലാ യൂണിഫോം ജോബ്സും പരിചയപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫോം ജോബ്സ് ഇൻ പബ്ലിക് സെക്ടേഴ്സ് ഓർ ഗവൺമെന്റ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗവൺമെന്റ് സെക്ടേഴ്സിൽ അവൈലബിൾ ആയിരിക്കുന്ന യൂണിഫോം ജോബ്സുകളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. നമുക്ക് വളരെ പെട്ടെന്ന്, വളരെ ലിമിറ്റഡ് ആയിരിക്കുന്ന ഹാഫ് ആൻ അവർ സെഷനാണ് മാത്രമാണ് എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ സെഷനിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ ഇതിലൂടെ കടന്നു പോകും. അതായത് പ്രധാനപ്പെട്ട യൂണിഫോം ജോബ്സ് ഏതൊക്കെയാണെന്നും, അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഏതാണെന്നും, റിക്രൂട്ടിംഗ് ഏജൻസീസ് ഏതാണെന്നും, അതേപോലെ തന്നെ അവർക്ക് മുമ്പിലുള്ള വെല്ലുവിളികൾ എന്താണെന്നും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സെഷൻ മുമ്പോട്ടേക്ക് പോകുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ യൂണിഫോം ജോബ്സിനെ കുറിച്ച് പരിചയപ്പെടുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. യൂണിഫോം ചിലപ്പോൾ നമ്മളിപ്പോൾ ഏത് ഒരു ഗവൺമെന്റ് സർവന്റ്, ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചർ നേരത്തെ പരിചയപ്പെടുത്തി, സാലറി സ്കെയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് മുകളിലാണെങ്കിലും ഒരു പക്ഷെ ഒരു പോലീസ് വാഹനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഒരു ചെറിയ പേടി ഉണ്ടാവും. എവിടെയോ നമ്മൾ വലിയ ഡയലോഗ് അടിക്കും, എന്താ പറയാ, പോലീസുകാർ അങ്ങനെ നമ്മളെ സേവിക്കേണ്ട ആൾക്കാരൊക്കെ അല്ലേ എന്നൊക്കെ. പക്ഷെ പറയുന്ന സമയത്തും അവസാനമായിട്ട് എന്തായിരിക്കും, ഒരു പോലീസ് വണ്ടി കൈ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് എന്തോ ഒരു പ്രശ്നമുണ്ടോ അല്ലെ, ഒരു പൊല്യൂഷന്റെ പുകേന്റെ കടലാസ് ഇല്ലെങ്കിലും പ്രശ്നമാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, റെസ്പെക്ട് ചെയ്യപ്പെടേണ്ടവർ തന്നെയാണ് തീർച്ചയായിട്ടും. എന്നാലും അതൊരു സിവിൽ പോലീസ് ഓഫീസർ ആണെങ്കിൽ പോലും നമ്മൾ സാർ എന്ന് വിളിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിഗ്നിറ്റി എന്നത് ആ പോലീസ് അല്ലെങ്കിൽ ആ ഒരു പിന്നെ യൂണിഫോം ജോബുകൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അത്തരത്തിൽ എന്താണ് യൂണിഫോം ജോബുകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഡെഫിനറ്റ്ലി രണ്ട് ഏരിയയിൽ നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ളത് ഗവൺമെന്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയും ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ജോബ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതിന്റെ ഒരു പ്രത്യേകത എന്നത് ജോബ് സെക്യൂരിറ്റി ആണെന്ന് വളരെ പ്രധാനമായിട്ട് ജോബ് സെക്യൂരിറ്റി. നമുക്കറിയാം, ഒരു യൂണിഫോം ജോബിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും റിട്ടയർമെന്റ് വരെ ഗവൺമെന്റ് സെക്ടറിലാണെങ്കിൽ 56 വയസ്സ് വരെ, മേ ബി 60 വയസ്സ് വരെ നമുക്ക് ആ ജോബിൽ ഇങ്ങനെ തുടരാൻ വേണ്ടി പറ്റും. അതൊരു പ്രധാനപ്പെട്ട, ഇനിയിപ്പോൾ മിലിറ്ററി സർവീസ് ഒക്കെ ആണെങ്കിൽ അവരുടെ കാലാവധി കഴിയുന്നത് വരെ അത്തരത്തിലൊരു ജോബ് സെക്യൂരിറ്റി നമുക്കുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ റെക്കഗ്നിഷൻ, മിലിറ്ററിയിലാണ്, പാരാമിലിറ്ററിയിലാണ്, അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ എക്സൈസിലാണ്, അല്ലെങ്കിൽ പോലീസിലാണ്, അല്ലെങ്കിൽ IPS ഓഫീസറാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രസ്റ്റീജ് ഉണ്ടല്ലോ അല്ലെ, അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ യൂണിഫോം ജോബ് നമുക്ക് ലഭിക്കുന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പോകുന്നത് യൂണിഫോം സർവീസസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ യൂണിഫോം ജോബ്സ് ഇൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സെൻട്രൽ ഗവൺമെന്റിന്റെ യൂണിഫോം ജോബുകൾ ഒന്ന് പരിചയപ്പെടുത്താൻ പോകും. അപ്പോ സെൻട്രൽ ഗവൺമെന്റിന്റെ യൂണിഫോം ജോബുകൾ പറയുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടി വരിക ആംഡ് ഫോഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കിതെല്ലാം ഏകദേശം ആൾക്കാർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നാണ് എന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമുക്ക് 3 തരത്തിലുള്ള ആംഡ് ഫോഴ്സ് ഏതൊക്കെയാണ്? ഇന്ത്യൻ ആർമി വരുന്നുണ്ട്, അതേപോലെ തന്നെ നേവി വരുന്നുണ്ട്, അതേപോലെ എയർഫോഴ്സ് വരുന്നുണ്ട്. ഇതിൽ 3ലും വളരെ കൃത്യമായിട്ട് എന്താ പറയാ, വലിയ റാങ്കുകളിലേക്ക് പോകാനും നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാക്കാനൊക്കെ കഴിയുന്ന ജോബുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. ഇനി ആർക്കൊക്കെ സ്വാഭാവികമായിട്ടും ആർക്കൊക്കെ മിലിറ്ററിയിലെത്താം, ആർക്കൊക്കെ എന്താ പറയുക എയർഫോഴ്സിലേക്ക് പോകാൻ വേണ്ടി പറ്റും, ഇനി അല്ലെങ്കിൽ ആർക്കൊക്കെ നേവിയിലേക്ക് പോകാൻ പറ്റുമെന്ന ചോദ്യത്തിന് വളരെ ചെറിയ, നമുക്കറിയാം നമ്മൾ പലപ്പോഴും ക്വാളിഫിക്കേഷൻസ് ഒരുപാട് നേടിയെടുത്ത ആൾക്കാരായിരിക്കും.
SLC നമുക്കുണ്ട്, +2 ഉണ്ട്, ഡിഗ്രി കഴിഞ്ഞു, അതിനുശേഷം PG ചെയ്തു, റിസർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. പക്ഷേ ഈവൻ സ്റ്റാർട്ടിങ് ഫ്രം ദ SSLC ഒരു മെട്രിക്കുലേഷൻ പാസ്സായ ആൾക്കാർക്ക് മുതൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ എന്താ പറയുക, +2 സ്റ്റുഡൻസിന് പ്രത്യേകമായിട്ട് എന്താ പറയുക മെയിൽ കാൻഡിഡേറ്റ്സിന് ND എക്സാംസ് നടക്കുന്നുണ്ട്. ഇനിപോലെ തന്നെ CDX എക്സാമിന് ഗ്രാജുവേറ്റുകൾക്ക് നടക്കുന്നുണ്ട്. SSC കണ്ടക്ട് ചെയ്യുന്ന എക്സാമുകളുണ്ട്. ഇതിലൂടെ നമുക്ക് എങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റുന്നു, നമുക്ക് എന്താ പറയുക പിന്നെ യൂണിഫോം ജോബുകളായിരിക്കുന്ന ആംഡ് ഫോഴ്സസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിയുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ NDA CDS പോലുള്ള റിട്ടൺ എക്സാം, ഇനി അല്ലെങ്കിൽ പുതിയ കാലത്താണെങ്കിൽ അഗ്നിവീർ പോലുള്ള എന്താ പറയുക റിക്രൂട്ട്മെന്റ് സംവിധാനങ്ങൾ, ഇനി അതേപോലെ തന്നെ കൃത്യമായ ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക മെഡിക്കൽ എക്സാമിനേഷനും ഫിസിക്കൽ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നുള്ളൂ. ഇത്തരത്തിലുള്ള യൂണിഫോം ജോബ് നേരത്തെ പറഞ്ഞ ആംഡ് ഫോഴ്സസിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നു. അത് നമുക്ക് എന്താണ് പരിചയപ്പെടാൻ പോകുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ആര് വരുന്നുണ്ട്, പാരാമിലിറ്ററി എന്നാണ് ഫോഴ്സുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് ഒരുപാട് പാരാമിലിറ്ററി സർവീസസ് ഇന്ത്യ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് എന്താണ് ഓഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുണ്ട്. അറിയാവുന്ന പോലെ തന്നെ ഒന്ന് CRPF ആണ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത്. എല്ലാവർക്കും അറിയാവുന്ന BSF ഉണ്ട്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. നമ്മുടെ ഇൻഡോ ടിബറ്റൻ അതിർത്തി കാക്കുന്ന ITBP ഉണ്ട്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. അതേപോലെ തന്നെ CISF നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്, CISFന്റെ ജവാന്മാരെ കുറിച്ചും അവരുടെ സേവനങ്ങളെ കുറിച്ചൊക്കെ. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് CISF വരുന്നത്. ഇനി അതേപോലെ തന്നെ പ്രത്യേകമായ സശസ്ത്ര സീമാ ബൽ വേറൊരു ബോർഡർ സെക്യൂരിറ്റിയാണ്, ആസാം റൈഫിൾസ് ഉണ്ട്. അങ്ങനെ ഓരോ ഏരിയകൾക്ക് വേണ്ടിയും ഓരോ ബോർഡേഴ്സിന് വേണ്ടിയൊക്കെയുള്ള പാരാമിലിറ്ററി ഫോഴ്സും നമുക്ക് യൂണിഫോം ജോബിന്റെ ഭാഗമായിട്ട് വരുത്താൻ പറ്റും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിഫിക്കേഷൻ SSLC +2 അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ റോൾ. ഇതിലേക്കാണോ ഡയറക്ട്ലി എന്താ പറയുക അപ്പോയിന്റഡ് ആയി മാറുന്നതനുസരിച്ച് നേരത്തെ പറഞ്ഞ SSCയും അതേപോലെ തന്നെ SSCയുടെ ജനറൽ ആയിട്ടുള്ള വരുന്ന ഡിഫൻസ് ഫോഴ്സിലേക്ക് വരുന്ന SSC GD എക്സാമിനേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ CAPFന്റെ എക്സാം എന്താ പറയുക അങ്ങോട്ടേക്ക് വരാം. നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ ഇവയ്ക്കും ബാധകമാണ്. ഇവയാണ് നമ്മൾക്ക് പാരാമിലിറ്ററി, നേരത്തെ പറഞ്ഞ ആംഡ് ഫോഴ്സ് പറഞ്ഞു, അതേപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സ് നമുക്കതാണ് ഗവൺമെന്റ് ജോബുകളായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടേഴ്സിലെ യൂണിഫോം ജോബ്സ് ആയിട്ട് പരിചയപ്പെടുത്താം. ഓക്കെ, ഇനി വരുന്ന സമയത്ത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഓക്കെ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്തുകൊണ്ടാണ് പ്രത്യേകമായിട്ട് എണ്ണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ റിക്രൂട്ട്മെന്റ് പ്രത്യേകമായിട്ട് കോസ്റ്റ് ഗാർഡിന്റെ ഏജൻസി തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ SLC +2 കഴിഞ്ഞ ആൾക്കാർക്ക് നാവിക് ആകാൻ കഴിയുന്നു, ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് അസിസ്റ്റന്റ് കമാൻഡന്റായി മാറാൻ പറ്റുന്നു. റിട്ടൺ എക്സാം, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും മെഡിക്കലും കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നമ്മുടെ തീരങ്ങളെ കാക്കുന്ന എന്താ പറയുക ഫോഴ്സിലേക്ക് ചേരാൻ വേണ്ടി കഴിയും. ഇതാണ് മറ്റൊരു എന്താ പറയുക മേഖല എന്ന് പറയുന്നത്. ഇനി അതേപോലെ നമ്മൾ സാധാരണ RPF റെയിൽവേയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത് മറ്റൊരു തരത്തിൽ എന്താണ് യൂണിഫോം പോസ്റ്റാണ് കണക്കാക്കാൻ പറ്റും. +2 അതേപോലെ തന്നെ SLCയും ഗ്രാജുവേഷനൊക്കെയുള്ള ആൾക്കാർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പ്രത്യേകമായിട്ട് എന്താണ് RRB കണ്ടക്ട് ചെയ്യുന്ന എന്താ പറയുക, അതേപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതേപോലെ തന്നെ എന്താ പറയുക PMT അതേപോലെ വെരിഫിക്കേഷൻ കാര്യങ്ങൾ കഴിഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നു, RPFലേക്ക് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കും എത്തിപ്പെടാൻ വേണ്ടി പറ്റും. പ്രധാനമായിട്ടുള്ള എന്താ പറയുക നമ്മുടെ നാട് കാക്കുന്ന അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസ് ഒക്കെ കാത്തു വെക്കുന്ന പ്രധാനപ്പെട്ട ഏരിയകളായിട്ട് നമുക്ക് ഇങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് വരാൻ പറ്റും. ഇനി അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും കേരളത്തിലെ ഫ്ലഡ് വന്നു, അല്ലെങ്കിൽ എന്താ പറയുക പിന്നെ തൊട്ടടുത്ത് നമുക്ക് പിന്നെ ഉരുൾപൊട്ടലുണ്ടായി അല്ലെ, അല്ലെങ്കിൽ ചൂരൽമലയും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഓർമ്മിക്കുന്ന ഒരു യൂണിഫോമാണ് ഇത്, ഈ ഒരു ഓറഞ്ച് കളർ. അറിയാവുന്ന പോലെ തന്നെ ഇത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ്, അതായത് NDRF ആണ്. NDRFലേക്ക് സാധാരണഗതിയിൽ നേരിട്ട് റിക്രൂട്ട്മെന്റ് നടക്കാറില്ല. സാധാരണ മറ്റ് പാരാമിലിറ്ററി ഫോഴ്സിൽ നിന്ന് അവിടെയുള്ള പ്രത്യേകമായ ട്രെയിൻഡ് പ്രൊഫഷണൽസിലെ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. ഡെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ പ്രൊമോഷനോ ഭാഗമായിട്ട് അവരുടെ ക്വാളിഫിക്കേഷനും അതേപോലെ തന്നെ അവരുടെ എന്താ പറയുക പിന്നെ പ്രത്യേക ട്രെയിനിങ്ങിന്റെയും ഭാഗമായിട്ട് നമുക്ക് NDRFലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതും പ്രത്യേക തരത്തിലുള്ളൊരു എന്താ പറയുക യൂണിഫോം ജോബ് ആയതുകൊണ്ടാണ് ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നത് മാത്രം. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന വേറെ ഒരു യൂണിഫോം ജോബാണെന്ത്, നമ്മുടെ സെൻട്രൽ കസ്റ്റംസ് ആൻഡ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കസ്റ്റംസ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ കസ്റ്റംസ് ഇൻസ്പെക്ടേഴ്സ്, അതേപോലെ കസ്റ്റംസിന്റെ പ്രിവെന്റീവ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ കസ്റ്റംസിലെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന എക്സാമിനേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് നമുക്കാണ് ഗ്രാജുവേഷനാണ് അവരുടെ പ്രധാനമായിട്ടും ഗ്രാജുവേഷനാണ്. നേരത്തെ എന്താ പറയാ CGL നമുക്കറിയാം, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ SSC കണ്ടക്ട് ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ SSC കണ്ടക്ട് ചെയ്യുന്ന CGL എക്സാമിലൂടെ തന്നെയാണ് ഇവർക്ക് പിന്നെ റിക്രൂട്ട്മെന്റ് നടക്കുന്നതെന്ന് പറയാം. ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നത് CGL വിളിക്കാൻ പോകുന്നു. ഏകദേശം 4000-ഓളം ഒഴിവുകളാണ്. യൂണിഫോം പോസ്റ്റുകൾക്ക് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള 4000-ഓളം ഒഴിവുകളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ PSCയുടെ പിന്നാലെ പോകും. പലപ്പോഴും എന്താണ് നമ്മുടെ കേരള PSCയുടെ ഒരു പ്രത്യേകത, നമ്മൾ കുറ്റപ്പെടുത്തുന്നതാവല്ല, നമുക്ക് യാഥാർത്ഥ്യം പറയാതെ പറ്റില്ല. കേരള PSCയിലൂടെ എന്താ പറയാ നോട്ടിഫിക്കേഷൻ വരുന്നു,
നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കാത്തു നിൽക്കും. എപ്പോഴാണ് എന്താ പറയുക എക്സാമിനേഷൻ ഉണ്ടാകുന്ന നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ എക്സാമിനേഷൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ കൊടുക്കണം. കൺഫർമേഷൻ പ്രൊഫൈലിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു? കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വീണ്ടും കാത്തിരിപ്പാണ് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടെസ്റ്റ് വന്നു. ഓക്കെ, അൽഹംദുലില്ലാഹ് ടെസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ഒരുപാട് കാലത്തെ പ്രിപ്പറേഷൻ ആയിരിക്കും. ആ പ്രിപ്പറേഷന് ശേഷം എന്താണ്? ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നീട് കാത്തിരിപ്പ് റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് അവസാനം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, റിസൾട്ട് ഷോർട്ട് ലിസ്റ്റായി മാറി. ഓക്കെ, ഷോർട്ട് ലിസ്റ്റിന് ശേഷം പിന്നീട് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ്, ഇന്റർവ്യൂ അല്ലെങ്കിൽ വെരിഫിക്കേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റാങ്ക് ലിസ്റ്റായി മാറി. ഫൈൻ. ഓക്കെ, റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ 3 വർഷം കാലാവധി ഉണ്ടാവും. ആ കാലാവധിയും കാത്തുകൊണ്ടിരിക്കും. ഓക്കെ, മേ ബി എന്തായാലും ഉണ്ടാകുന്ന ഒഴിവുകൾ 10 ആയിരിക്കാം, അല്ലെങ്കിൽ 15 ആയിരിക്കാം, 20 ആയിരിക്കാം, അല്ലെങ്കിൽ 10-ൽ താഴെയായിരിക്കാം. ഡോണ്ട് നോ, അറിയില്ല. ചില ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടേ ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ റിപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ചെയ്യപ്പെടാതായിരിക്കുന്ന ഒഴിവുകൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ കുറേ കാലം കഴിഞ്ഞ് അഡ്വൈസ് മെമ്മോ കിട്ടും. അൽഹംദുലില്ലാഹ്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ. ഇനി അത് കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇയേഴ്സ് എന്ന് പറയാം, വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് അപ്പോയിന്റ്മെന്റ് പ്രോസസ് നടക്കുന്നത്. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അത് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീണ്ടു പോകുന്നതാണ്. നമുക്കത് ഒരു വിമർശനങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ പോകുന്നില്ല. പക്ഷേ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാമിനേഷൻ കുറിച്ച് നമ്മൾ പറയാറുള്ളത് അത് ആണ്ട് നേർച്ച പോലെയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ട് വർഷം നടന്നിരിക്കും. CGL ആണോ CHSL ആണോ, അതായത് ഗ്രാജുവേഷൻ എഴുതാൻ വന്ന നമുക്ക് പിന്നെ ഡിഗ്രി കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റുന്ന CGL എക്സാമിനേഷൻ എല്ലാ വർഷവും ഇന്ന സമയത്ത് നടത്തിയിരിക്കും. നിങ്ങൾ SSCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നമ്മുടെ പ്രായവും അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ എക്സാം അറ്റൻഡ് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ ഒരൊറ്റ വർഷത്തിനുള്ളിൽ കാര്യം തീരുമാനം. അപ്പോയിന്റ്മെന്റ് കിട്ടുമോ, എനിക്ക് ആ ജോബിലേക്ക് സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം അടുത്ത വർഷം പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഇതിന് അകത്ത് കാര്യങ്ങൾ നികത്തിയിരിക്കുമെന്നാണ് SSCയുടെ പ്രത്യേകത. അത് CGL ആണെങ്കിലും ഹയർ സെക്കൻഡറി ലെവലുള്ള എക്സാമിനേഷൻ ആയിരിക്കുന്ന CHSL ആണെങ്കിലും. ഞാൻ നേരത്തെ പല എന്താ പറയുക ക്വാളിഫിക്കേഷൻസും +2 പറഞ്ഞിരുന്നു. ഓക്കെ, ഈവൻ മെട്രിക്കുലേഷൻ ബേസ്ഡ് ആയിരിക്കുന്ന എക്സാമിനേഷനും ഉണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് കസ്റ്റംസ് പറഞ്ഞു പോയ സമയത്ത് അങ്ങോട്ടേക്ക് പോയതാണ്. ഈ കസ്റ്റംസിലേക്കൊക്കെ ഏത് വഴിയാണ്? SSCയുടെ CGL വഴിയായിരിക്കും നമുക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് SSCയുടെ ടയർ 1 ടയർ 2 എക്സാമിനേഷൻ വരേണ്ടി വരുന്നുണ്ട്. ഈവൻ ടയർ 3 ഡിസ്ക്രിപ്റ്റീവ് ലെവലും ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഓക്കെ, വളരെ അട്രാക്റ്റീവ് ആയിരിക്കുന്ന ജോബ് ആയതുകൊണ്ട് തന്നെ സെലക്ഷൻ പ്രൊസീജിയേഴ്സും അങ്ങനെ എന്താണ് കുറച്ച് എന്താ പറയുക ടഫ് ആയിരിക്കുമെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ മെല്ലെ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് വരികയാണ്. സെൻട്രൽ ഗവൺമെന്റ് ജോബുകളിൽ നിന്നൊന്ന് സ്കിപ്പ് ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് വരികയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിഫോം ജോബ്സ് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ആദ്യം വരിക ആരായിരിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരള പോലീസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ കേരള പോലീസിൽ CPO അല്ലെ, പണ്ട് നമ്മൾ കോൺസ്റ്റബിൾ എന്ന് വിളിച്ച എന്താ പറയുക പോസ്റ്റുകളാണ്. ഇപ്പൊ കോൺസ്റ്റബിൾസ് അല്ല, സിവിൽ പോലീസ് ഓഫീസേഴ്സ് ആണ്. ഇനി ശേഷം സബ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. ഇനി അതേപോലെ KAP പോലുള്ള MSP പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആംഡ് പോലീസിലേക്ക് പ്രത്യേകമായ റിക്രൂട്ട്മെന്റ് ഉണ്ട്. വനിതാ പോലീസ് ആകാൻ അവസരമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള വിവിധ പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യുന്നു? റിക്രൂട്ട്മെന്റ് നടക്കുന്നു. അറിയാവുന്ന പോലെ തന്നെ +2 മതിയാകും CPOയ്ക്ക്. ഇനി SI ഒക്കെ ആകണമെങ്കിൽ ഗ്രാജുവേഷൻ വേണം. ഓക്കെ, അപ്പൊ ഒരു ഡിഗ്രിക്കാരൻ എന്താകാം? SI ആകാം. ഡെഫിനറ്റ്ലി റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ KPSC അല്ലെങ്കിൽ എന്താ പറയുക കേരള PSC നടത്തുന്നു. ഫിസിക്കൽ എഫിഷ്യൻസി നിർബന്ധമാണ്. അതേപോലെ മെഡിക്കൽ ഫിറ്റ്നസ്സും ആവശ്യമുണ്ട്. അങ്ങനെ നമുക്ക് എന്താണ് കേരള പോലീസിന്റെ കീഴിലുള്ള ജോബിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിയും. ഓക്കെ, ഞാൻ വളരെ പെട്ടെന്ന് ഓടിച്ചു പോകുന്നു. അടുത്തത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ്. ഓക്കെ, അപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർമാൻ ആകാം, ഫയർ വുമൺ ആകാം, അതേപോലെ ലീഡിംഗ് ഫയർമാൻ ആകാം, സ്റ്റേഷൻ ഓഫീസേഴ്സ് ആകാം. പ്രധാനപ്പെട്ട റോളുകൾ ഇവയാണ് മനസ്സിലാക്കി വെക്കാം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ. അപ്പോൾ ഒരുപാട് ആവശ്യം വരുന്നതാണ്, പ്രധാനപ്പെട്ട ഒരു ജോബ് ഏരിയ തന്നെയാണത്. അപ്പോൾ ഫയർമാൻ ഫയർ വുമണൊക്കെ SLC +2 അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ്സും മതിയാകും. സ്റ്റേഷൻ ഓഫീസർ ആകണമെങ്കിൽ പ്രാധാന്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഡിഗ്രി ഇൻ സയൻസ് ഓർ എഞ്ചിനീയറിംഗ് തന്നെ ആയിരിക്കണം. അവർക്ക് മാത്രമേ സ്റ്റേഷൻ ഓഫീസേഴ്സായി മാറാൻ പറ്റുന്നുള്ളൂ. പബ്ലിക് സർവീസ് കമ്മീഷൻ റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് പോകാം. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി അടുത്തത് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പം വളരെ പ്രധാനപ്പെട്ട നമ്മൾ ലഹരിയെ കുറിച്ചും മറ്റൊക്കെ പറഞ്ഞ സമയത്ത് ഇടയ്ക്കിടെ നമുക്ക് കാണാൻ പറ്റുക അല്ലെ, കുറെ MDയും MAയുമായിട്ട് പിടിക്കപ്പെടുന്ന ആൾക്കാരെ കുറിച്ചൊക്കെയാണ് ഇവരെ പിടിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ പാക്കറ്റുമായിട്ട് കഞ്ചാവാണോ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ എക്സൈസ് ഗാർഡായിട്ടോ അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടേഴ്സുമായിട്ട് മാറാൻ വേണ്ടി കഴിയുന്നത് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള എന്താ പറയാ പോസ്റ്റുകളിലാണ്. അപ്പോൾ എക്സൈസ് ഗാർഡ് ആണെങ്കിൽ SLC or +2 മതിയാകും. ഇനി എക്സൈസ് ഇൻസ്പെക്ടേഴ്സ് ആകണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാജുവേഷൻ ആവശ്യമുണ്ട്. ഇനി വീണ്ടും റിട്ടേൺ ടെസ്റ്റും ഞാൻ വീണ്ടും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരത്തിലുള്ള യൂണിഫോം ജോബിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്സൈസിലേക്ക് പോകാൻ വേണ്ടി കഴിയും.
ഓക്കെ, ഇനി മറ്റൊന്ന് നമുക്ക് എന്താണ്, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അട്രാക്റ്റീവ് ആയിരിക്കുന്ന ജോബ് അല്ലേ, കാടിനെയും അതേപോലെ തന്നെ എന്താ പറയുക പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വെറുതെ കാട്ടിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് നമുക്കൊരു ഫോറസ്റ്റ് ഗാർഡായിട്ടോ ഇല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആയിട്ടോ ഇനി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസേഴ്സ് ഒക്കെ ആയിട്ടൊക്കെ ചെയ്യുന്നു, ഈവൻ ഗസ്റ്റഡ് റാങ്കിൽ വരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള അവസരമുണ്ട്. പക്ഷേ അത്ര പെട്ടെന്ന് കിട്ടണമെന്നില്ല. കാരണം എന്താണ്, ബീറ്റ് ഓഫീസേഴ്സും അതേപോലെ ഫോറസ്റ്റ് ഗാർഡൊക്കെ ആകാൻ വേണ്ടി SLC +2 മതിയാകും. റേഞ്ച് ഓഫീസർ ആകണമെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ സയൻസ് ഓർ ഫോറസ്ട്രി തന്നെ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അതില് വീണ്ടും എന്താ പറയുക റിട്ടൺ ടെസ്റ്റ് അതേപോലെ തന്നെ റണ്ണിങ് വാക്കിംഗ് പോലുള്ള പിന്നെ ടെസ്റ്റുകളുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്നത്. ഓക്കെ, ആൻഡ് ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ പ്രത്യേകമായിരിക്കുന്ന എക്സാമിനേഷനോടാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്താ പറയുക പിന്നെ ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്നത്. ജയിൽ വാർഡർ ആകാം, അസിസ്റ്റന്റ് ജയിലർ ആകാം. ഓക്കെ, ഇതില് നേരത്തെ പറഞ്ഞ പോലെ റിട്ടൺ ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ഒക്കെ ഉണ്ട്. ഗ്രാജുവേഷനോ SLC ബേസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാം. ഇനി ആൻഡ് ഫൈനലി ഞാൻ അടുത്ത പരിചയപ്പെടുത്താൻ പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും യൂണിഫോം ജോബ്സിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ജോബ് തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. പോലീസിനെ കണ്ടാൽ അല്ലെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് പേടിക്കുന്ന ഒരു വിഭാഗമാണ് ഇവരെ അല്ലെ. MVI പിടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷയുണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി മാറാനുള്ള അവസരം നമുക്ക് MVD അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന എന്താ പറയുക അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ജോബുകളാണ് ലഭിക്കുന്നത്. എഗൻ PSC ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു എന്താ പറയാ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു കുറച്ചുകൂടെ ടെക്നിക്കൽ ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കയറി പോകാൻ കഴിയില്ല. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമയോ ഡിഗ്രി ഉള്ളവർക്കാണ് സെലക്ഷൻ പ്രൊസീജിയറിലൂടെ കടന്നു പോകാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട ജോബ്സും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള ആംഡ് ഫോഴ്സ് ഉൾപ്പെടെയുള്ള പാരാമിലിറ്ററി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജോബ്സുമാണ് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തിയത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇത്തരത്തിലുള്ള എന്താ പറയുക ജോബ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആവശ്യമുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ കരിയർ മെന്റേഴ്സ് ട്രെൻഡിന്റെ ട്രെയിനേഴ്സ് അവരുടെ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അവിടങ്ങളൊക്കെ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാകും. ഞാൻ ഒന്നുകൂടെ എന്താ പറയുക SSCയുടെ ആ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിനെ കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ പലപ്പോഴും എന്താണ് പിന്നെ നമ്മുടെ നാടുകൾ നമ്മുടെ മഹല്ലുകൾ നമ്മുടെ എന്താ പറയുക മിഹ്റാബുകളിലൊക്കെ പറയപ്പെടേണ്ട അല്ലെ, സ്വാഭാവികമായിട്ടും നമ്മുടെ പള്ളികളിലൊക്കെ എന്താണ് പിന്നെ പറയപ്പെടേണ്ടതാണ് ഇത്തരത്തിലുള്ള ഒഴിവുകളും കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള തരത്തിൽ നമുക്ക് CDP ഒക്കെ കൊണ്ടുവന്ന സമയത്ത് അങ്ങനെയാണ് നമ്മൾ എന്താണ് ഇതിനൊരു ഡ്രൈവ് ആക്കി മാറ്റിയത്. ഓക്കെ, അപ്പോ അത്തരം ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രൂപത്തിൽ അല്ലെ നാട്ടില് എന്താ പറയാ നമ്മുടെ മഹലിന്റെ ബുള്ളറ്റിനുകളിലൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഒഴിവുകളൊക്കെ പ്രദർശിപ്പിക്കപ്പെടണം അല്ലെ, ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരണം. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് പരിചയപ്പെടുത്തിയ സമയത്ത് സെലക്ഷൻ നടത്തുന്ന പ്രധാനപ്പെട്ട ബോർഡുകളെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞു UPSC, NTA, CDS, CAPF എക്സാം പോലുള്ളതൊക്കെ UPS നടത്തുന്നു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജനറൽ ഡിഫൻസിലേക്ക് SSC നടത്തുന്ന കോൺസ്റ്റബിളിലേക്കും അതേപോലെ തന്നെ എന്താ പറയുക CPU പോലുള്ള ഇതിലേക്കും SSC ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി RRB ആണ് നേരത്തെ പറഞ്ഞ എന്താ പറയുക RPF-ലേക്ക് വരുന്നത്. ഇനി സ്റ്റേറ്റ് PSC ആണ് പോലീസ് ഫയർ ഫോറസ്റ്റ് എക്സൈസ് ജോബുകളിലേക്ക് പോകുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഡയറക്ട്ലി കോസ്റ്റ് ഗാർഡിലേക്ക് കൊണ്ടുപോകുന്നത്. പൊതുവെ എന്താ പറയാ നമുക്ക് സാധാരണ ഒരു പബ്ലിക് സർവീസ് കമ്മീഷന്റെ അല്ലെങ്കിൽ PSCയുടെ എക്സാമിനേഷൻ 39 ഇയേഴ്സ് വരെയൊക്കെ എഴുതാൻ പറ്റുന്നുവെങ്കിൽ ഇവിടെ അത് പറ്റില്ല. ഒരു ഏജ് ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. 25-28 വയസ്സൊക്കെയാണ് പ്രായം ഉണ്ടാകുക. ഡിപ്പെൻസ് ഓൺ പോസ്റ്റ് വ്യത്യാസം വരും. ഇനി അതേപോലെ തന്നെ നല്ല ഫിസിക്കൽ ഫിറ്റ്നസും അതേപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അതേപോലെ ഹൈറ്റ് അല്ലെ ആവശ്യമായിരിക്കുന്ന ഹൈറ്റ് ഉള്ള അതേപോലെ ചെസ്റ്റ് അളവുള്ള റണ്ണിങ് എഫിഷ്യൻസി ഉള്ള ബാക്കി എല്ലാ തരത്തിലും എന്താണ് എന്താ പറയാ ഫിസിക്കലി ഓക്കെ ആയിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇത്തരം ജോബുകളിലേക്ക് പോകാൻ വേണ്ടി കഴിയുക എന്നത് കൂടെ സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കാം. ഓക്കെ, എനിവേ എന്താ പറയാ ഒരു നമ്മൾ അട്രാക്റ്റീവായിട്ട് ഇതുവരെ എന്നിട്ട് പറഞ്ഞു വന്നതൊക്കെ എന്താണ് യൂണിഫോം ജോബുകളുടെ അട്രാക്ഷൻസിനെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെയും നമുക്കറിയാം ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്, മേഖല തന്നെയാണ് ആര് ഈ യൂണിഫോം ജോബുകൾ. നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എസ്പെഷ്യലി നമ്മുടെ നാടിനെ കാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ പിന്നെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഭാഗമായിരിക്കുന്ന ഈ ഒരു എന്താ പറയാ യൂണിഫോം ജോബുകൾക്കുള്ളത്. എല്ലാം ഒരേപോലെയല്ല, ഡിപ്പെൻസ്. എന്നിരുന്നാലും ഒരുപാട് ചാലഞ്ചസ് വരും. ഒന്ന് വർക്ക് എൻവയൺമെന്റ് തന്നെയാണ്. അറിയാം ഏതൊരു ദുരന്ത മുഖത്താവട്ടെ, ഒരു കലാപം അല്ലെ അന്തരീക്ഷത്തിലാവട്ടെ, ഒരു റൈഡ് സ്പോട്ട് ആവട്ടെ, വേറെ മേ ബി അവിടെ പോയിട്ട് എന്താ പറയാ
ഇടപെടേണ്ടി വരുന്നു എന്ന് പറയുന്ന സമയത്ത് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, അതിനെ ത്യജിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് സ്വന്തം എന്താ പറയാ ഫാമിലിയും അതേപോലെ തന്നെ എല്ലാം തൽക്കാലം മറന്നുകൊണ്ട് ഏത് സമയമാണെങ്കിലും ആ ഒരു വർക്ക് എൻവയൺമെന്റ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ യൂണിഫോം ജോബ്സിന് തീർച്ചയായിട്ടും അതിന്റെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് വരിക എന്ന് പറയാനൊന്നും കഴിയില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന വർക്ക് എൻവയൺമെന്റും അതേപോലെ തന്നെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഓർത്തു വെക്കേണ്ടത്. ഇനി പൊതുവെ ഗവൺമെന്റ് ജോബുകൾ പ്രൊമോഷൻ സാധ്യതകളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ സ്റ്റാഗ്നേഷൻ വളരെ കൂടുതലാണെന്ന് പറയാം. എന്ന് വെച്ചാൽ എന്താ, ഒരു റോളിൽ തന്നെ ഒരുപാട് കാലം ഒരുപക്ഷെ തുടരേണ്ടി വന്നേക്കാം. അർഹമായിരിക്കുന്ന ഇൻക്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, എങ്കിൽ പോലും എന്താ പറയാ ഒരു പ്രൊമോഷൻ സാധ്യത കുറയുന്നതായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റാറുണ്ട്. എല്ലായിടത്തും ഇതാണ്. അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റിന് അവസരങ്ങൾ കുറയുന്നു എന്ന് പറയാം. കാരണം ഐ എം എ ടീച്ചർ, എനിക്കെന്താണ് എൻ്റെ ജോലിയിൽ നിന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ കോഴ്സുകൾ പഠിക്കാനും അതേപോലെ തന്നെ വേറെ സ്കിൽസ് അക്വയർ ചെയ്യാനും എൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നീക്കി വെക്കാനൊക്കെ പറ്റും. പക്ഷേ നേരത്തെ പറഞ്ഞുള്ള യൂണിഫോം ജോബിലാകുമ്പോൾ അവരുടെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവരുടെ നേച്ചർ ഓഫ് ജോബ് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് കൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി അവർക്ക് അവസരം കിട്ടാതെ വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാം. ഞാൻ ചാലഞ്ചസ് ആണ് പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചാടിപ്പുറപ്പെട്ട് അങ്ങോട്ടേക്ക് പോകേണ്ടവരല്ല, നമ്മൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പോകേണ്ടതുണ്ട്. നെക്സ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഡ്യൂട്ടി അവേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് 8 മണിക്കൂർ ജോലി എന്ന് കൃത്യമായിട്ട് പറയാനൊന്നും കഴിയില്ല. ചിലപ്പോൾ കണ്ടിന്യൂസ് ഷിഫ്റ്റുകൾ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെ? അത് ഏത് സാഹചര്യത്തിൽ വർക്ക് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ എന്താ പറയാ, നമുക്കറിയാൻ പോലെ തന്നെ ഇവിടെ ഒരുപക്ഷെ ഭക്ഷണം കിട്ടിയെന്ന് വരില്ല, വെള്ളം കിട്ടിയെന്ന് വരില്ല, എല്ലാം താണ് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ചിലപ്പം വർക്ക് ചെയ്യേണ്ടി വരുന്നു. ഇനി പ്രധാനമായിട്ട് ജോബ് ട്രാൻസ്ഫേഴ്സ്. പൊതുവെ മറ്റ് ഗവൺമെന്റ് ജോബുകളൊക്കെ ട്രാൻസ്ഫർ ഉണ്ടാകും, ശരിയാണ്. പക്ഷേ കൂടുതലായിട്ട് ട്രാൻസ്ഫർ ഒന്നുകിൽ പറയുന്ന സമയത്ത് ജോബ് ട്രാൻസ്ഫർ എന്നതിനപ്പുറത്തേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫേഴ്സിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് ഇത്തരത്തിലുള്ള ഫോഴ്സ്, അല്ലെങ്കിൽ ആംഡ് ഫോഴ്സും അതേപോലെ തന്നെ പോലീസ് ഫോഴ്സൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ സിസ്റ്റം വരുന്ന സമയത്ത് ഒരു പൊളിറ്റീഷ്യനോട് വേണ്ട പോലെ നിന്നിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അട്ടപ്പാടിയിലേക്ക് സ്ഥലം മാറ്റുന്നുള്ള ഭീഷണിയായിരിക്കും ഒരുപക്ഷെ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജോബ് ഫ്രീക്വന്റ് ട്രാൻസ്ഫേഴ്സിന് സാധ്യതയുണ്ടാകുന്ന എന്താ പറയുക ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും ഫാമിലിയുമായിട്ടും കുറ്റിയും പറിച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, ഓടേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതും ഒരു ചാലഞ്ചായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഭാഗം അവസാനിപ്പിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ പോലീസ് അല്ലെങ്കിൽ യൂണിഫോം ജോബിനെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ജോബ് സെക്യൂരിറ്റി എന്നതിനപ്പുറത്തേക്ക് അതൊരു ഓണർ, പ്രൈഡ്, അതൊരു സർവീസ് ആണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ യൂണിഫോം ജോബിലും നല്ല ഡിസിപ്ലിൻ ഉള്ള, നല്ല പാട്രിയോട്ടിസം ഉള്ള, അതേപോലെ തന്നെ നല്ല പ്രൈഡ് ഉള്ള ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അത്തരം മേഖലകളിലേക്ക് പോകാൻ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ആൻഡ് പറയാനുള്ളത്, ലെറ്റ് യുവർ യൂണിഫോം ഡിഫൈൻ യുവർ പ്രൈഡ്. നിങ്ങളുടെ പ്രൈഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിമാന ബോധത്തെ നിങ്ങളുടെ യൂണിഫോം തീരുമാനിക്കുന്ന ജോബിലേക്ക്, കരിയറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിയാനാണ് ഇത്തരം ജോബുകൾ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. അത് നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവർക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവർക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കായിരിക്കാം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കാം, നിങ്ങളുടെ ബാക്കിയുള്ള ഔട്ടവർക്കും ഉടയവർക്കും വേണ്ടിയായിരിക്കാം. അതുകൊണ്ട് തന്നെ once again I repeat, let your uniform define your pride. Thank you very much. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രസന്റേഷൻ നിങ്ങൾക്ക് കിട്ടും. യു ക്യാൻ ജസ്റ്റ് അറ്റംപ്റ്റ്. ഇനി ഇത്രയും ദൂരം നിന്ന് സ്കാൻ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ മെന്റേഴ്സ് കോർണറിന്റെ, ട്രെൻഡിന്റെ മെന്റേഴ്സ് കോർണറിന്റെ ആ ഒരു കൗണ്ടറിന്റെ പുറത്ത് ഇതിന്റെ QR കോഡ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. എനിവൺ ട്രൈങ്? കിട്ടിയോ? ഗ്രേറ്റ്. Any queries from your part? കുറച്ചുകൂടെ ഞാൻ പറയാത്ത ഡീറ്റെയിൽഡ് ഇൻഫർമേഷനൊക്കെ എന്താ പറയുക പ്രസന്റേഷനിലുണ്ട്. കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇവിടെ മറഞ്ഞതുകൊണ്ട് QR കോഡ് കിട്ടാതെ കൊണ്ട്. ഓക്കെ, യെസ്, വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. Once again, thank you everybody.